ഹലോ ഗമേസ്. അങ്ങനെ അവസാന സ്ഥാനക്കാർ തമ്മിലുള്ള പോരാട്ടത്തിൽ ജയം മുംബൈ ഇന്ത്യൻസിന്. ഇരു ടീമുകൾക്കും വളരെ നിർണായകമായിരുന്നു ഇന്നലത്തെ ഒരു മത്സരം. കാരണം ഇരു ടീമുകൾക്കും 4 വീതം പോയിന്റ് മാത്രമാണ് ഉള്ളത്. പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇന്നലത്തെ ഒരു മത്സരം ജയിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു മത്സരം കൂടുതൽ കളിച്ച മുംബൈ ഇന്ത്യൻസ് ഇന്നലത്തെ മത്സരം എന്തായാലും ജയിച്ചേ മതിയായിരുന്നു. അടിമുടി മാറിയാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയത്. മുൻ മത്സരങ്ങളിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഒഴിവാക്കി, അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ട് ഇവരൊക്കെ ഒഴിവാക്കി ആണ് മുംബൈ ഇന്നലെ കളിക്കാനിറങ്ങിയത്. ക്യാപ്റ്റൻ വന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. രോഹിത് ശർമ്മ വീണ്ടും പ്ലെയിനിലേക്ക് ഇമ്പാക്ട് പ്ലെയറായിട്ട് പ്ലെയിനിൽ കളിച്ചു. രോഹിത് ശർമ്മയുടെ ഒരു കിടിലൻ ഇന്നിങ്സ് ഒക്കെ വന്നു. ഇന്നലെ മുംബൈക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങി വീണ്ടും ഒരു തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെച്ചാൽ റയാൻ നിക്കൽട്ടൺ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് തിരഞ്ഞെടുക്കുന്നത്. റയാൻ നിക്കൽട്ടൺ ഇന്നലെ 32 പന്തിൽ 6 4ഉം 8 6ഉം ഉൾപ്പെടെ 83 റൺസാണ് മുംബൈക്ക് വേണ്ടി ഇന്നലെ അടിച്ച് മുംബൈക്കൊരു മികച്ച തുടക്കം സമ്മാനിക്കാൻ സാധിച്ചത്. അങ്ങനെ പ്ലെയർ ഓഫ് മാച്ചാണ് ചെയ്തത്. പക്ഷേ റയാൻ നിക്കൽട്ടണിനെക്കാളും 1 റൺസ് കൂടുതൽ രോഹിത് ശർമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. 84 റൺസാണ് രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി അടിച്ചത്. പക്ഷേ സ്ട്രൈക്ക് റേറ്റിൻ്റെ ഒരു മുൻതൂക്കത്തിലായിരിക്കും റയാൻ നിക്കൽട്ടൺ പ്ലെയർ ഓഫ് മാച്ച് ചെയ്തത്. രോഹിത് ശർമ്മ അണ്ടർ 200 ആണ്, 190 ആണ് സ്ട്രൈക്ക് റേറ്റ് വന്നി. റയാൻ നിക്കൽട്ടൺ എബവ് 250 സ്ട്രൈക്ക് റേറ്റിലാണ് റയാൻ നിക്കൽട്ടൺ എന്നൊരു ബാറ്റിങ്. അങ്ങനെയായിരിക്കും ഒരു കണക്കുകൂട്ടലായിരിക്കും റയാൻ നിക്കൽട്ടൺ പ്ലെയർ ഓഫ് ദ മാച്ച്. ഒരു കാര്യം എന്ന് വെച്ചാൽ മുംബൈയുടെ ഹയസ്റ്റ് റൺ ചേസും കൂടിയായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ ഭയങ്കര ആലോചിച്ചത്. ഇതിന് മുമ്പ് ഈ സീസണിൽ തന്നെ KKR-നെതിരെ 221 എന്ന സ്കോർ ചേസ് ചെയ്തായിരുന്നു ഇതുവരെയുള്ള ഹയസ്റ്റ് എന്നതിന്. ഇന്നലത്തെ ഒരു മത്സരം കൂടി 229 ചേസ് ചെയ്ത ഒരു ടാർഗറ്റ് മുംബൈയുടെ ഹയസ്റ്റ് ചേസ് ആയിരുന്നു. അങ്ങനെ IPL ഈ സീസണിൽ തന്നെ ഇതിപ്പോൾ 200+ സ്കോർ ചെയ്യുന്ന ഹയസ്റ്റ് റൺ ചേസ് ചെയ്യുന്ന ഏകദേശം ഒരു 13-14 മത്സരങ്ങളുണ്ട്. അതായത് 200, 230, 250 അടിച്ചിട്ടും ആ സ്കോർ ചേസ് ഡൗൺ ചെയ്യപ്പെടുകയാണ് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമുകൾ. അപ്പോൾ നമുക്ക് ഇന്നലെ മത്സരത്തിൻ്റെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അറിയാം. മുമ്പ് ഈ വീഡിയോ തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമന്റ് ചെയ്യുക. ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. അങ്ങനെ LSGക്ക് വേണ്ടി ഓപ്പണിംഗ് ആയിരുന്നത് മിച്ചൽ മാർഷും ജോഷ് ഇംഗ്ലീസ് ആദ്യമായിട്ടാണ് സീസണിൽ ലക്നൌവിന് വേണ്ടി കളിക്കാറുള്ളത്. ലക്നൗ സൂപ്പർ ജയൻസ് 8.6 കോടി രൂപയ്ക്ക് വിളിച്ചെടുത്ത ഒരു പ്ലെയറാണ് ജോഷ് ഇംഗ്ലീസിനെ ഇപ്പോൾ പ്ലെയർ 3-ാം ഓവറിൽ ഗസൻഫാർ പുറത്താക്കിയെങ്കിലും 1 ഡൗണായി സ്ഥാനക്കയറ്റം കൂടി വന്ന നമ്മുടെ നിക്കോളാസ് പൂലാൻ്റെ ഒരു കംബാക്ക് കണ്ട മത്സരം കൂടിയായിരുന്നു ഇന്നലത്തെ ആ ഒരു മത്സരം. നിക്കോളാസ് പൂലാൻ ഇന്നലെ 21 പന്തിൽ ഒരു 4 മാത്രമേ അടിച്ചുള്ളൂ. ബാക്കി 8ഉം ബൗണ്ടറി 6 ആണ്. അതായത് 8 6ഉം ഒരു 4ഉം ഉൾപ്പെടെ 63 റൺസാണുള്ള നിക്കോളാസ് പൂലാൻ്റെ ഒരു കംബാക്ക് വെടിക്കെട്ട് ഇന്നിങ്സ്. അതായത് കുറച്ച് നാളുകളായിട്ട് വളരെ ഹോമൗട്ടായിരുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. LSG ഒരു 1 ഡൗണാക്കി നിക്കോളാസ് പൂലാനെ കൊണ്ടുവരുന്നു. അത് നല്ലതായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ മിച്ചൽ മാർഷും പൂരാനും ചേർന്ന് 123 റൺസിൻ്റെ സെക്കൻഡ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് LSG ഒരു കിടിലൻ തുടക്കം തന്നെ സമ്മാനിച്ചെന്ന് പറയാം. പവർ പ്ലേയിൽ തന്നെ 90 റൺസാണ് ഇരുവരും കൂടി അടിച്ചെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 8 ഓവറിൽ 123 എന്നൊരു വലിയൊരു സ്കോറിലേക്ക് LSGയെ നയിക്കാനും ഇരുവർക്കും സാധിച്ചു. അങ്ങനെ 123-1 വളരെ ശക്തമായ നിലയിൽ നിന്നിരുന്ന LSG 9-ാം ഓവർ അറിയാമെന്ന കോർബിൻ ബോഷ് ഇരുവരെയും പുറത്താക്കി മുംബൈക്കൊരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. ആദ്യ ബോളിൽ തന്നെ നിക്കോളാസ് പൂലാനും അതുപോലെ അവസാന ബോളിൽ 5-ാം ബോളിൽ മിച്ചൽ മാർഷിനും പുറത്താക്കി നല്ലൊരു ബ്രേക്ക് ത്രൂ മുംബൈക്ക് നൽകിയാണ്. ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യുകയായിരുന്നു. മിച്ചൽ മാർഷ് എന്നുള്ള 25 പന്തിൽ 4 4 3 6 ഉൾപ്പെടെ 44 റൺസാണ് LSGക്ക് വേണ്ടിയായിരുന്നു. പിന്നീട് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എന്തൊക്കെ കാണിച്ചു പോയി. ഇവിടെ 15 റൺസ് മാത്രമേ ഋഷഭ് പന്തിന് നേടാൻ സാധിച്ചുള്ളൂ. LSGക്ക് വേണ്ടി അതുപോലെ ഡിബറ്റൻ്റായി IPL ആദ്യ മത്സരം കളിക്കാൻ വന്ന അക്ഷത് രഘുവൻഷിയെ പുറത്താക്കി മുംബൈയുടെ ഡിബറ്റ് ബൗളറായ രഘു ശർമ്മയുടെ ആദ്യ മത്സരം, അതുപോലെ തന്നെ അക്ഷത് രഘുവൻഷിയുടെയും ആദ്യ മത്സരം തന്നെയായിരുന്നു. രഘു ശർമ്മ വിക്കറ്റ് എടുത്തത് എന്തോ പേപ്പറൊക്കെ ഉയർത്തി കാണിച്ചു എന്തൊക്കെ കാണിക്കേണ്ടായിരുന്നു. പുള്ളിയുടെ ആദ്യ മത്സരമാണ്. പുള്ളിക്ക് നല്ല ഏജുണ്ട്. 33 വയസ്സിലാണ് പുള്ളി ആദ്യമായിട്ടൊരു IPL മത്സരം കളിക്കുന്നത്. ഇന്നലെ ബുംറയ്ക്ക് ഒരു വിക്കറ്റൊക്കെ കിട്ടുന്നതായിരുന്നു. കാരണം അതൊരു നോബോളായി മറിയാൻ ഹിമ്മത് ശർമ്മയെ പുറത്താക്കിയ ഒരു ക്യാച്ച്, അത് നോബോൾ. അത് പിന്നത്തെ നെക്സ്റ്റ് ബോളും പുള്ളി നോബോൾ എറിയുന്നു. ബുംറയെ പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡായ ബോളേഴ്സൊക്കെ ബാക്ക് ടു ബാക്ക് നോബോൾസൊക്കെ എറിയുക. പുള്ളി ഭയങ്കര പക്ക ഫോമൗട്ട് തന്നെയായിരുന്നു. ഇന്നലെ 4 ഓവർ വിട്ട് കൊടുത്ത് 45 റൺസാണ്. 3 നോബോളാണ് ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ പുള്ളി എറിഞ്ഞു കിട്ടിയത്.
അതുപോലെ ഇന്നലെ AM ഗസൻഫാഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 50 റൺസാണ് വിട്ടു കൊടുത്തത്, ഒരു വിക്കറ്റ് എടുത്തെങ്കിലും. എനിക്ക് തോന്നുന്നത് കോർബി ബോഷിന് 2 ഓവർ മാത്രമേ കൊടുത്തുള്ളൂ. പുള്ളി ഓരോ ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുത്ത് മുംബൈക്ക് ഒരു ബ്രേക്ക് ത്രൂ നൽകിയ ഒരു മനുഷ്യന് ഇവിടെ 2 ഓവർ മാത്രമേ കൊടുത്തുള്ളൂ. ഒരു പക്ഷേ വിൽ ജാക്സന് 2 ഓവർ കൊടുത്തു. ആ വിൽ ജാക്സന് കൊടുത്ത 2 ഓവർ കോർബി ബോഷിനെ കൊണ്ട് ജയിച്ചാൽ മതിയായിരുന്നു. 4 ഓവർ കംപ്ലീറ്റ് ചെയ്ത് വിൽ ജാക്സൺ 2 ഓവർ ഇട്ടുള്ളത് 34 റൺസാണ്. അപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാറിനെ നമ്മൾ ചോദ്യം, ഇന്ത്യ വേൾഡ് കപ്പ് ഘടിപ്പിച്ച ക്യാപ്റ്റനാണ് സൂര്യകുമാർ. പക്ഷേ ഇന്നലത്തെ ആ ഒരു പക്ഷേ കോർബി ബോഷിനെ 4 ഓവർ ഫുൾ കോട്ട ബോളർ ചെയ്യിപ്പിക്കാമെന്ന് എനിക്ക് തോന്നി. ദീപക് ചഹാർ എന്നുള്ള ആദ്യത്തെ 2 ഓവർ നല്ല എക്സ്പെൻസീവ് ആയിരുന്നെങ്കിൽ പിന്നത്തെ സെക്കൻഡ് സ്പെല്ല് വന്നപ്പോൾ പുള്ളി അത്യാവശ്യം നന്നായി പിടിച്ചറിഞ്ഞു. എസ്പെഷ്യലി ഡെത്ത് ഓവറിലൊക്കെ നന്നായി ബോൾ എറിഞ്ഞ് മുംബൈക്കൊരു, അതായത് LSG ഒരു 250 അപ്പോൾ സ്കോർ പോയാണ്. പക്ഷേ ഒരു 228 ഒതുക്കാൻ മുംബൈ ബോളർക്ക് അവസാനം സാധിച്ചു എന്ന് പറയാം. 5-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന എയ്ഡൻ മാർക്രോം, അതുപോലെ തന്നെ ഹിമ്മത്ത് ശർമ്മയും, 6-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന എയ്ഡൻ മാർക്രോം ഹിമ്മത്ത് ശർമ്മയും ചേർന്ന് 68 റൺസ് പാർട്ണർഷിപ്പ് LSG 228 എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ LSGയുടെ 225 എന്ന സ്കോർ ചെയ്യാൻ മുംബൈ വരുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രോഹിത് വീണ്ടും ടീമിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ടീമിലേക്ക് വന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അങ്ങനെ രോഹിത്തും റയാൻ ഡിക്രൂസും ചേർന്ന് ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് 143 റൺസ്. രണ്ടുപേരും ഇന്നലെ LSG ബോളർമാരെ തൂക്കിയടിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. റയാൻ ഡിക്രൂസ് ഇന്നലെ 32 പന്തിൽ 83 റൺസ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചാണ് ചെയ്തിട്ടുള്ളൂ. 11-ാം ഓവറിൽ മോഹസിൻ ഖാനാണ് റയാൻ ഡിക്രൂസിനെ പുറത്താക്കി LSGക്ക് ഒരു ബ്രേക്ക് ത്രൂ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും മത്സരം ഏകദേശം LSGയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പറയാം. പിന്നാലെ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ തിലക് വർമ്മയും 1 ഡൗൺ ആയിട്ടാണ് നമ്മൾ തിലക് വർമ്മ കളിക്കുന്നത്. കൂടുതൽ കളിക്കാൻ സാധിച്ചില്ല. 13 ബോളിൽ 11 റൺസ് മാത്രമേ തിലക് വർമ്മയ്ക്ക് നേടാൻ സാധിച്ചുള്ളൂ. മണിമാരാൻ സിദ്ധാർത്ഥമാണ് ഇരുവരെയും പുറത്താക്കിയത്. പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും മുഹമ്മദ് ഷമിയും അടക്കി. എന്നാൽ നേമേന്ത്യയും വിൽ ജാക്സൺ ചേർന്ന് ഈസിയായി മുംബൈ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ 18.4 ഓവറിൽ ആ ഒരു 1 ടാർഗറ്റ് മുംബൈ മറികടക്കുക എന്നാണ് പറയാം. അങ്ങനെ മുംബൈ ഇന്നലത്തെ മത്സരം ജയിച്ച് പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യതകളൊക്കെ നിലനിർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. LSG ഇന്നലത്തെ മത്സരം തോറ്റെങ്കിലും അവരങ്ങനെ പുറത്തായിട്ടൊന്നുമില്ല. അവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഇനിയും അവർക്ക് 5 മത്സരങ്ങളുണ്ട്. 4 പോയിന്റ് ആണെങ്കിലും 5 മത്സരം ജയിച്ച് അവർക്കും പ്ലേ ഓഫ് സാധ്യതകളൊക്കെ നിലനിർത്താൻ സാധിക്കും. ഇരു ടീമുകളുടെയും അടുത്ത മത്സരം വരുന്ന ആരായിട്ടാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരായിട്ടാണ് മുംബൈയുടെ അടുത്ത മത്സരം. LSGയുടെ അടുത്ത മത്സരം RCB ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇരു ടീമുകൾക്കും അന്ന് ബാംഗ്ലൂരിനൊപ്പം ജയിച്ചതിന് നടക്കുള്ളൂ. തോറ്റ പുറത്താണ്, വേറെ വഴിയൊന്നുമില്ല. മുംബൈക്കായാലും LSGക്കായാലും വളരെ നിർണായകമായ മത്സരങ്ങളാണ് ബാംഗ്ലൂരിനോടൊപ്പം ഉള്ളത്. ബാംഗ്ലൂർ ഒരു അടിവാരം ടീം നോക്കി കളിച്ചാൽ തോക്കത്തേ ഉള്ളൂ. അത് പരമാവധി ജയിക്കാനുള്ള ശ്രമം ഇരു ടീമുകൾ നടത്തുന്ന കാര്യം യാതൊരു സംശയം വേണ്ട. ബാംഗ്ലൂർ നല്ല പണിയെടുക്കാൻ തന്നെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ വിശേഷങ്ങളായി പിടിക്കണം. അതുവരെയും ബൈ.